മഹി മോനെ. അച്ഛാ, അച്ഛാ ചിന്നു. പേടിക്കണ്ട, നമ്മുടെ ചിന്നുനൊന്നും സംഭവിക്കില്ല. ദൈവം അവളെ കൈവിടില്ല. കല്യാണിക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡോക്ടറെ, കല്യാണിക്കിപ്പോ? പേഷ്യന്റ് ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനില്ല. ആന്തരിക അവയവങ്ങളൊക്കെ വിഷം ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർ പ്ലീസ് എന്തെങ്കിലും ചെയ്ത് കല്യാണി രക്ഷിക്കണം. ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. മഹി, ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതാരോ മനഃപൂർവ്വം നമ്മുടെ ചിന്നുവിന് വിഷം നൽകിയതാ. ഇപ്പൊ തന്നെ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. എടുത്തുചാട്ടം പാടില്ല അങ്കിൾ. നാടകത്തിലെ ജൂലിയറ്റ് വിഷം കഴിക്കുന്ന സീനുണ്ട്. അതില് ഡ്യൂപ്ലിക്കേറ്റ് പോയ്സന് പകരം ആരെങ്കിലും അബദ്ധത്തില് ഈ കൃമികീടങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള പോയ്സൺ വെച്ചതാവാം. കോളേജിലെ എല്ലാവർക്കും കല്യാണിയെ ഇഷ്ടമാ. മനഃപൂർവ്വം ആരും അവളെ ഇങ്ങനെ ദ്രോഹിക്കാൻ ശ്രമിക്കില്ല. പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ലല്ലോ അങ്കിൾ. അതുകൊണ്ട് വെറുതെ എടുത്തു ചാടി അങ്കിളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കിളവൻ വഴിക്ക് വന്നെന്ന് തോന്നുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. സർ, ഞാൻ ചന്ദ്രലേഖയാ. ചിന്നുനിപ്പോ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. സീതയോടൊന്നും പറഞ്ഞു പേടിപ്പിക്കണ്ട. ചിന്നു ഇപ്പോ ICUല. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. നീ പേടിക്കണ്ടടാ, ചിന്നു രക്ഷപ്പെടും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈശ്വരൻ നമ്മുടെ കൂടെയാ. മാറണം. എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാ മതിയായിരുന്നു.